ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പോളിയോ ഡിസീസിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് നേഴ്സസിനും അതുപോലെ JHI ബാക്കിയുള്ള പാരാമെഡിക്കൽ വിഭാഗക്കാർക്ക് എല്ലാവർക്കും എക്സാമിന് വരുന്ന രീതിയിലുള്ള ഒരു ടോപ്പിക്കാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പോളിയോയെക്കുറിച്ച് അറിയാൻ സാധാരണക്കാർക്കും ഈ വീഡിയോ കാണാവുന്നതാണ്. ഈ പോളിയോ മൈലൈറ്റിസ്, പോളിയോയുടെ ഫുൾ ഫോം പോളിയോ മൈലൈറ്റിസ് എന്നാണ്. ഈ പോളിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലുള്ള ഗ്രേ മാറ്ററിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. പോളിയോ എന്നുള്ളതിൻ്റെ മീനിങ് ഗ്രേ മാറ്ററാണ്. മൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പൈനൽ കോഡാണ്. ഐറ്റിസ് ഇൻഫ്ലമേഷൻ. അപ്പോൾ ഗ്രേ മാറ്ററിനെ, സ്പൈനൽ കോഡിലുള്ള ഗ്രേ മാറ്ററിനെ ബാധിക്കുന്ന ഇൻഫ്ലമേഷനാണ് പോളിയോ മൈലൈറ്റിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു വൈറൽ ഡിസീസാണ്. പോളിയോ വൈറസ് എന്നുള്ള അസുഖമാണ് ഈ ഒരു രോഗം ഉണ്ടാക്കുന്നത്. ഒരു RNA വൈറസാണ്. ഇത് പെട്ടെന്ന് തന്നെ ഇൻഫെക്റ്റഡ് ആകുന്ന ഒരു വൈറസാണ്. ഈ അസുഖം ബാധിക്കുന്നത് ഫീക്കോ ഓറൽ റൂട്ട് വഴിയാണ്. അതായത് നമ്മുടെ വിസർജ്യം മലത്തിലൂടെ നമ്മുടെ കൈകളിൽ പറ്റിക്കഴിഞ്ഞിട്ട് അത് കൈ കഴുകാതെ, വൃത്തിയായി കഴുകാതെ നമ്മൾ വെള്ളം കുടിക്കുമ്പോഴോ ഭക്ഷണം കഴിക്കുമ്പോഴോ ഒക്കെ ശരീരത്തിലേക്ക് എത്തുന്ന ഒരു അസുഖമാണ് പോളിയോ മൈലൈറ്റിസ്. ഇപ്പോൾ ഇത് അപൂർവമായിട്ടേ കാണാറുള്ളൂ. കാരണം ഈ പോളിയോ വൈറസിന് നമ്മുടെ വാക്സിൻ വന്നതുകൊണ്ട് തന്നെ ഓറൽ വാക്സിനൊക്കെ ഇപ്പോൾ വളരെ കോമൺ ആണല്ലേ. അപ്പോൾ സാധാരണ അതുകൊണ്ട് തന്നെയാണ് പണ്ട് കാലത്ത് ഇത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു അസുഖമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ സ്പൈനൽ കോഡിന് 2 മാറ്റർ ഉണ്ട്. ഉള്ളിലുള്ളത് ഗ്രേ മാറ്ററാണ്, പുറത്തുള്ളത് വൈറ്റ് മാറ്ററാണ്. നമ്മുടെ ഈ ഒരു അസുഖം ഗ്രേ മാറ്ററിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ. ഇത് ആൻറ്റീരിയർ ഹോൺ, അതായത് ആൻറ്റീരിയർ ഹോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്പൈനൽ കോഡിലുള്ള ഭാഗമാണ് ആൻറ്റീരിയർ ഹോണ്, പോസ്റ്റീരിയർ ഹോണ്, ലാറ്ററൽ ഹോണ്. ഇതിനകത്ത് ആൻറ്റീരിയർ ഹോണിൽ ബാധിക്കുന്ന രോഗമാണ് പോളിയോ മൈലൈറ്റിസ്. അപ്പോൾ ഈ ആൻറ്റീരിയർ ഹോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ മോട്ടോർ ന്യൂറോണിനെയാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത്. മോട്ടോർ ന്യൂറോൺ. അപ്പം നമുക്കറിയാം സെൻസറി ന്യൂറോണിനെ ഇത് അഫക്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ കാലിലൊക്കെ പോളിയോ ബാധിച്ചവരുടെ കാലിനുള്ള ചലനശേഷി, അവിടെയുള്ള മസിൽ വീക്കായി പോകുമെങ്കിലും അവിടെയുള്ള തൊട്ട് കഴിഞ്ഞാൽ ആ ഭാഗത്ത് നമുക്ക് അറിയാൻ സാധിക്കും അല്ലേ. അപ്പം ലിംബിന് എന്ത് വേണം? സെൻസറി ന്യൂറോൺ അവിടെ പ്രാവർത്തികമാണ്, വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ മോട്ടോർ ന്യൂറോൺ അഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പം മസിൽ വീക്ക് ആകുന്നത് കൊണ്ട് തന്നെ ലിംബ് അനക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് വരുന്നു. അക്യൂട്ട് ഫ്ലാസിഡ് പാരലിസിസ് എന്നുള്ള കണ്ടീഷനിലേക്ക് പോകണം. അതായത് ആ ഒരു ഭാഗം പാരാലിസിസ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പം എനിക്കറിയാവുന്ന 1-2 പേര്, ഒരാളൊക്കെ കാലിൻ്റെ മുട്ടിന് താഴോട്ട് വളരെ ചെറിയ ഭാഗമായിട്ട് കാണും പോളിയോ ബാധിച്ച്. അവർ ഓട്ടോറിക്ഷയൊക്കെ ഓടിക്കുന്നുണ്ട്, ഓട്ടോറിക്ഷ ഓടിച്ചൊക്കെ ജീവിക്കുന്നത്. അവർക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ഈ മുട്ടിൻ്റെ താഴോട്ടുള്ള ഭാഗം ചലനശേഷി നഷ്ടപ്പെടുമെങ്കിലും അവിടെ തൊട്ട് കഴിഞ്ഞാലെല്ലാം അറിയാൻ സാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സെൻസറി ന്യൂറോണിനെ അഫക്റ്റ് ചെയ്യാത്തത് കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ അറിയാം. സാധാരണ കുട്ടികൾ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത്. ഫീക്കോ ഓറൽ റൂട്ടാണ് ഞാൻ പറഞ്ഞു. 90 മുതൽ 95% കുട്ടികളും അസിംറ്റമാറ്റിക് ആയിരിക്കും ഈ ഒരു സമയത്ത്. അതുകൊണ്ട് തന്നെ ഇന്ന കുട്ടിക്ക് ഇന്ന അസുഖം, നമ്മുടെ പോളിയോ ബാധിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിക്കുന്നില്ല. പിന്നെ പനി വരുന്നുണ്ട്, സോർ ത്രോട്ടൊക്കെ സാധാരണ ഒരു വൈറൽ ഫീവർ എന്ന് പോലെ രീതിയിലാണ് വരുന്നത്. പിന്നെ ഈ പാരാലിസിസ് ആയതിനു ശേഷമാണ് നമ്മൾ അറിയുന്നത് പോളിയോ ആയിരുന്നു എന്നുള്ളത്. ഇതിനകത്ത് തന്നെ ടൈപ്പ് 1 കുറച്ച് സീരിയസ് ആയിട്ടുള്ള പോളിയോ ഡിസീസാണ്. കണ്ടാമിനേറ്റഡ് ഫുഡ്, വാട്ടറിലൂടെയൊക്കെയാണ് ഇത് പകരുന്നത്. അതുപോലെ തന്നെ പുവർ സാനിറ്റേഷൻ. നമ്മൾ ഈ ചുറ്റുപാടുകളും ഈ ലോ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഉള്ള ആളുകളുടെ ഇടയിലൊക്കെയാണ് ഇത് കൂടുതൽ വരുന്നത്. സാനിറ്റേഷൻ, അവിടെ ക്ലീനിങ് മര്യാദയ്ക്ക് നടക്കാത്തത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. വളരെ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു അസുഖമാണ്. സാധാരണയായിട്ട് ഈ ത്രോട്ടിലും ഇൻറ്റസ്റ്റൈനിലൊക്കെ വെച്ചാണ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇൻക്യുബേഷൻ പീരീഡ് 7 to 14 days ആണ്. 7 തൊട്ട് 14 ദിവസത്തിനുള്ളിലാണ് ഈ ഒരു പോളിയോയുടെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത്. നമ്മളിതിൻ്റെ ഒരു പാത്തോഫിസിയോളജി പറയുകയാണെങ്കിൽ ഈ വൈറസ് ഫുഡിലൂടെയും വെള്ളത്തിലൂടെയും കൈകളിലൂടെയൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇത് ത്രോട്ടിലും ഇൻറ്റസ്റ്റൈനിലും ഒക്കെ മൾട്ടിപ്ലിക്കേഷൻ, ഇത് വളരെയധികം പകരുന്നു, പടർന്ന് പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു വൈറസ് നമ്മുടെ ബ്ലഡിലെത്തുന്നു. ബ്ലഡിലെല്ലാം നമ്മുടെ ശരീരമാകമാനം ഇത് പെട്ടെന്ന് തന്നെ പരക്കുന്നു. എന്നിട്ട് ഇത് ബ്രെയിനിലേക്ക് എത്തുന്നു. ബ്രെയിനിൽ ഗ്രേ മാറ്ററിൽ എത്തുകയാണ്. ഗ്രേ മാറ്ററിൽ ഞാൻ പറഞ്ഞതുപോലെ ആൻറ്റീരിയർ ഹോണിലുള്ള ഗ്രേ മാറ്ററിലാണ് ഇത് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാലിൻ്റെ ചലനശേഷി, പ്രധാനമായും കാലിൻ്റെ ചലനശേഷി നഷ്ടപ്പെടുന്നു. ഗ്രേ മാറ്ററിലാണ് നമ്മുടെ ആൻറ്റീരിയർ ഹോണിലുള്ള മോട്ടോർ ന്യൂറോണിനെ അത് ബാധിക്കുന്നത്. അങ്ങനെ മസിൽ വീക്ക്നെസ് ചെയ്യുന്നു. അക്യൂട്ട് ഫ്ലാസിഡ് പാരാലിസിസിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഫലപ്രദമായിട്ടുള്ള ഓറലായിട്ടുള്ളതും ഇഞ്ചക്ഷൻ ആയിട്ടുള്ള വാക്സിൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. കുഞ്ഞുങ്ങൾ 5 വയസ്സ് വരെ ഈ വാക്സിൻസ് ഇപ്പോൾ കൊടുക്കണം. അതുകൊണ്ടാണ് 1 തൊട്ട് 5 വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഇത് പകരുന്നുള്ളത് കൊണ്ട് തന്നെ
അസുഖം വരുന്നുള്ളത് കൊണ്ട് തന്നെ ഈ കുട്ടികളിൽ എപ്പോഴും എന്താണ് ഓറൽ വാക്സിൻ കൊടുക്കണമെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിൽ. ഇങ്ങനെയുള്ള വീഡിയോകൾ പ്രത്യേകിച്ച് കമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ റിലേറ്റഡ് ആയിട്ട് വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പ്രത്യേകിച്ചും JHI-JPHNകാർ ഈ വീഡിയോ കാണണം, അവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ജനറൽ ആയിട്ടുള്ള ആളുകൾക്കും പോളിയോയെക്കുറിച്ചും മറ്റുള്ള അസുഖങ്ങളെക്കുറിച്ചും പറയാനുള്ള ഒരു ചാനലായിരിക്കും ഇത്. അപ്പോൾ നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദി ബെസ്റ്റ്.